ഈ അടുത്ത സമയത്ത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെലിഗേറ്റ്സ് ഇന്ത്യയിൽ വന്നിരുന്നു. അവർ BJP ലീഡേഴ്സുമായിട്ടും പ്രത്യേകിച്ച് RSSൻ്റെ ലീഡേഴ്സുമായിട്ട് വളരെയധികം ദീർഘമായ സംഭാഷണങ്ങളും ഡയലോഗുകളൊക്കെ നടത്തി. മനസ്സിലാക്കുക, ഇന്ത്യയിലെ BJPയും RSS എന്ന് പറയുന്ന റൈറ്റ് വിങ് ആണ്. ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന കമ്മ്യൂണിസമാണ്, ലെഫ്റ്റാണ് സംഭവം. അപ്പം ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ചില യൂട്യൂബേഴ്സ് RSSനെയൊക്കെ പിന്തുണയ്ക്കുന്നവർ ഇതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത കൊണ്ടുവന്ന് നിങ്ങൾ കറഞ്ഞു കാണും അവരെന്താണ് പറഞ്ഞത്. 1962 ചൈന പിടിച്ചെടുത്ത ഇന്ത്യയുടെ, അതായത് ഏകദേശം 4800 സ്ക്വയർ കിലോമീറ്റർ ഭാഗം വന്ന് ചൈന പിടിച്ചെടുത്തു. അത് ഇന്ന് തന്നിട്ടില്ല. അതിനെപ്പറ്റി വലിയ ദേശവ്യാപകമായിട്ടും രാജ്യസ്നേഹം തുളുമ്പുന്ന BJP ആണെങ്കിലും RSSും അതിനെപ്പറ്റി ഒരക്ഷരം മിണ്ടുന്നില്ല. യാഥാർത്ഥ്യമാണ് ഞാൻ ഈ പറയുന്നത്. അവർ മറ്റുള്ള വിഷയത്തെപ്പറ്റി പറയും, ചൈനയെപ്പറ്റി ഒറ്റ വിഷയം മിണ്ടത്തില്ല. അപ്പോൾ ഈ കഴിഞ്ഞ സമയത്ത് BJP RSSനെ അനുകൂലിക്കുന്ന പല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പ്ലാറ്റ്ഫോമുകളും സ്ഥിരമായിട്ട് വീഡിയോകൾ ചെയ്തു. പല ആൾക്കാരും എനിക്ക് വീഡിയോ അയച്ചു തന്നു. പ്രത്യേകിച്ച് ഹിന്ദി ലാംഗ്വേജിലാണ് ചെയ്തിരിക്കുന്നത്. ചൈന, അതായത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആൾക്കാർ, ഈ പാർട്ടിക്കാർ വന്നിട്ട് ഇന്ത്യക്ക് ഏകദേശം 1000 സ്ക്വയർ കിലോമീറ്റർ തിരിച്ചു കൊടുത്തു. അപ്പം ഇതൊക്കെ വിശ്വസിക്കുന്ന മരപ്പൊട്ടന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. കാരണം ഏതെങ്കിലും കാരണവശാൽ ചൈന അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ വിട്ടുകൊടുക്കും. അത് എന്ത് പ്രദേശമാണ് വിട്ടുകൊടുക്കത്തില്ല. അതിനുശേഷമാണ് മനസ്സിലാക്കുക, അവർ ആ ഡെലിഗേറ്റ്സ് ഇന്ത്യയിലുള്ള സമയത്താണ് ചൈനീസ് ഗവൺമെൻറ്, ചൈനീസ് ഫോറിൻ മിനിസ്ട്രിയും പറയുന്നത് ലഡാക്കിനടുത്തുള്ള ഷെങ്കൽ വാലി അത് ചൈനയുടേതാണ്. പാകിസ്ഥാൻ പറഞ്ഞത് പാകിസ്ഥാൻ്റെയാണ്. ഇന്ത്യയുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അവർ ഇന്ത്യയിലുള്ളപ്പോഴാണ്, അതായത് ചൈനീസ് ഡെലിഗേഷൻ, പൊളിറ്റിക്കൽ ഡെലിഗേഷൻ ഇന്ത്യയിലുള്ള സമയത്താണ് ഈ ഒരു ഡിമാൻഡ് ചൈന പറയുന്നത്. ഇനി നമുക്ക് ആ വിഷയത്തിലോട്ട് വരാം. എന്തിനാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു ഡെലിഗേറ്റ്സ് ഇന്ത്യയിൽ വന്നിട്ട് BJPയുമായിട്ടും അതേപോലെ തന്നെ RSSുമായിട്ടും വലിയൊരു കൂടിയാലോചന നടത്തിയത്? എന്തിനാണ് RSSനെ പ്രതിനിധീകരിക്കുന്ന ഇന്ത്യയിലെ മീഡിയ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയും യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളും പ്രത്യേകിച്ച് ഇന്ത്യയിൽ, എന്തിനാണ് ചൈന ഈ ലാൻഡ് ഇന്ത്യക്ക് തിരിച്ചു തന്നു എന്ന് പറഞ്ഞത്? കാര്യം ഒറ്റ കാരണമേ ഉള്ളൂ, ചൈനയ്ക്ക് ഇന്ത്യയിലുള്ള ഇമേജ് മാറ്റണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതുണ്ടായിരിക്കുന്നത്. അതായത് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും ചൈനീസ് ഗവൺമെൻറ്, ചൈനയിലുള്ള ജനങ്ങൾ, അവിടുത്തെ പീപ്പിൾസ് ലിബറേഷൻ ആർമിയും അവർക്ക് ഇന്ത്യയിൽ വളരെ നെഗറ്റീവായിട്ടൊരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് മാറ്റുന്നതിൻ്റെ പർപ്പസായിട്ട് കയറി വന്നതാണ് അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ പോയപ്പോൾ പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്റ്റ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഡെലിഗേറ്റ്സുകൾ ഇന്ത്യയിൽ വന്നതും RSSുമായിട്ടും BJPയുമായിട്ടും വലിയ രീതിയിലുള്ള പീപ്പിൾസ് ടു പീപ്പിൾ കോണ്ടാക്റ്റിൻ്റെ ഭാഗമായിട്ട് അവർക്ക് ഇമേജ് ഇന്ത്യയിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പം ഇമേജ് എന്തിനാണ് ഉണ്ടാക്കിയെടുക്കുന്ന? അടുത്ത ചോദ്യം. കൃത്യമായിട്ട് ചൈനയ്ക്ക് പ്ലാനുണ്ട്. അവർക്ക് ഇന്ത്യൻ മാർക്കറ്റ് മുഴുവനായിട്ട് ക്യാപ്ചർ ചെയ്യണം. ഇതാണ് അതിൻ്റെ ഉദ്ദേശം. ഈ അടുത്ത സമയത്ത് കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ചൈനയുമായിട്ട് ട്രേഡ് ഡീലും നെഗോസിയേഷനൊക്കെ നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, നേരത്തെ കാനഡയും അമേരിക്കയും ചൈനീസ് ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്ക് 100% ടാരിഫ് ഏർപ്പെടുത്തിയിരുന്നത്. അതെല്ലാം മാറ്റി 16% പിന്നീട് 46,000 യൂണിറ്റ് ചൈനീസ് വാഹനങ്ങൾ കാനഡയിലേക്ക് പോകുന്നു. ഇതാണ് സംഭവം. അതേപോലെ ചൈനയുടെ ആഗ്രഹമാണ്, അതായത് ഗാൽവൻ ഇഷ്യൂവാണ്, ലഡാക്ക് ഇഷ്യൂവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇന്ത്യയും ചൈനയുമായിട്ടുള്ള ട്രേഡും വലിയ രീതിയിൽ അങ്ങ് കുറച്ചു. മനസ്സിലാക്കുക, ഇന്ത്യക്കാകെ ഏകദേശം 20-22 ബില്യണേ ഉള്ളൂ ചൈനയിലോട്ടുള്ള എക്സ്പോർട്ട്. മറിച്ച് ചൈന ഇങ്ങോട്ട് കഴിഞ്ഞ 2-3 മാസത്തെ ടാലി എടുക്കുകയാണെങ്കിൽ ഏകദേശം 170 ബില്യൻ്റെ ഗുഡ്സുകളാണ് ചൈനയിൽ നിന്നും ഇന്ത്യയിലോട്ട് വരുന്നത്. അപ്പം അടുത്ത ചോദ്യം,
എന്താണ് ചൈന ഉദ്ദേശിക്കുന്നത്? ഉറപ്പായിട്ടും ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യൻ മാർക്കറ്റിൽ വരുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെ ചൈനീസ് പ്രോഡക്റ്റ് എന്ന രീതിയിലുള്ള ഒരു നെഗറ്റീവ് മനോഭാവം ഉണ്ടാകാൻ പാടില്ല. ഒരു ഭാഗത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മേക്കിംഗ് ഇന്ത്യ പ്രോജക്റ്റ് ഉണ്ട്, മറ്റൊരു ഭാഗത്ത് BJPയും RSSും സ്വദേശി ജാഗരൺ മഞ്ചുണ്ട്. അതായത് ദേശീയ പ്രോഡക്റ്റിനെ പറ്റി കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നു. ഈ ഒരു സന്ദർഭത്തിലാണ് ചൈനീസ് ഡെലിഗേഷൻ ഇന്ത്യയിൽ വന്നിട്ട് ഈ പറയുന്ന BJPയുമായിട്ടോ RSSുമായും ബന്ധപ്പെട്ട് ചൈനീസ് പ്രോഡക്റ്റുകൾ കൂടുതലായിട്ട് ഇന്ത്യയിൽ വരണം. കാരണം അവരുടെ ഇലക്ട്രിക് കാറുകൾ, ഈ ചൈനീസ് ഇലക്ട്രിക് കാറുകളൊക്കെ ഇന്ത്യൻ മാർക്കറ്റ് പിടിച്ചു കഴിഞ്ഞാൽ, അതായത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പോളിസിയുടെ ഭാഗമുണ്ട് ടെസ്ല വരുന്നതുമായി ബന്ധപ്പെട്ട് ഇത്ര ശതമാനം ടാരിഫ് റെഡ്യൂസ് ചെയ്യുന്നു, ഇത്ര ശതമാനം ടാക്സ് റെഡ്യൂസ് ചെയ്യുന്നു, ഇത്ര വർഷത്തേക്ക്. പിന്നീട് ചൈനീസ് കമ്പനികൾ ഇന്ത്യയിൽ ഈ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ വലിയ രീതിയിൽ മാസീവായിട്ട് മാനുഫാക്ചർ ചെയ്യുകയും അത് ഇന്ത്യൻ മാർക്കറ്റ് ക്യാപ്ചറും ചെയ്താൽ, ഞാനൊരു കാര്യം തീർത്തും പറയാം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്നത് ചൈനീസ് കാറുകളാണ്, ടെസ്ല അല്ല. അവരത് ക്യാപ്ചർ ചെയ്തു. അതായത് ചൈനീസ് ഇലക്ട്രിക് കാർ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഏകദേശം 25 വർഷത്തെ പാരമ്പര്യവും എക്സ്പീരിയൻസും റിസർച്ചും അവർക്കുണ്ട്. ഇന്ത്യയിൽ ഈ പറയുന്ന ഇലക്ട്രിക്കിൻ്റെ ഫുൾ സ്വിങ് ആയിട്ട് റിസർച്ചും പരിപാടികളൊക്കെ തുടങ്ങിയിട്ട് 10 വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പം ടാറ്റയുടെ ആണെങ്കിലും മറ്റു പല മാനുഫാക്ചേഴ്സും, അതായത് ജാപ്പനീസ് അല്ല മറ്റുള്ള ഇന്ത്യൻ കാർ മാനുഫാക്ചേഴ്സിൻ്റെ ഇലക്ട്രിക് വെഹിക്കിൾസിന് നിരന്തരമായിട്ട് കംപ്ലൈൻ്റ് ഉള്ളത്. പക്ഷേ ചൈനീസ് കമ്പനികൾക്ക് ഈ കംപ്ലൈൻ്റ് ഇല്ല. അതേപോലെ തന്നെ അവരുടെ ബാറ്ററി ആണെങ്കിൽ, അതായത് ഒരു പ്രാവശ്യം ബാറ്ററി ചാർജ് ചെയ്ത ചില കാറുകളുടെയൊക്കെ ഫീച്ചേഴ്സ് വരാൻ തുടങ്ങി. അത് ഏകദേശം 1000 മുതൽ 1500 കിലോമീറ്റർ ദൂരം വരെ ഓടും. അതായത് ഫ്യൂച്ചറിൽ ആ രീതിയിൽ ചൈനീസ് കാറുകൾ ഇന്ത്യൻ മാർക്കറ്റ് കയറി അടിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യം ഞാൻ കൃത്യമായിട്ട് പറയാം, ഇന്ത്യയിലുണ്ടാക്കുന്ന മാനുഫാക്ചറിങ്, അതായത് കാറിൻ്റെ മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സാധനം ചൈന മുഴുവനുമായിട്ട് ക്യാപ്ചർ ചെയ്യും. അതിനുവേണ്ടി ചൈനീസ് പ്രോഡക്റ്റുകൾ ഇന്ത്യയിലുണ്ട് വരുന്ന സമയത്തും ഇന്ത്യയുടെ കൺസ്യൂമേഴ്സ്, അതായത് സ്വദേശി ജാഗരൺ മഞ്ചും മേക്കിംഗ് ഇന്ത്യ അതൊക്കെ മാറ്റിവെച്ചിട്ട് ചൈനീസ് പ്രോഡക്റ്റുകൾ കൂടുതൽ വാങ്ങണം. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഓരോ സംഭവങ്ങളും ചൈനീസ് ഡെലിഗേഷൻ വരികയും ഇതേപോലെയുള്ള RSS മീഡിയയും BJP മീഡിയയും അവർ ചൈന ലാൻഡ് തിരിച്ചു തന്നൊന്നും മറ്റുള്ള പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്. കാരണം ചൈനയ്ക്ക് പോസിറ്റീവായിട്ട് ഇന്ത്യയിലൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം. അതായത് കൃത്യമായിട്ട് പറയാം, ചൈന നമ്മളെ മുൾമുനയിൽ നിർത്തിയേക്കുവാണ് പല കാര്യത്തിലും. ഓപ്പറേഷൻ സിന്ദൂർ നിങ്ങൾക്കറിയാം. കഴിഞ്ഞ സമയത്ത് ചൈനീസ് ഗവൺമെൻറ് ഒഫീഷ്യലി പറഞ്ഞു കഴിഞ്ഞു, അതായത് അവരുടെ J-10 എയർക്രാഫ്റ്റ് വെച്ചാണ് ഇന്ത്യൻ എയർക്രാഫ്റ്റുകളെ ഹിറ്റ് ചെയ്തത്. അതിൻ്റെ കണക്കുകൾ ഉൾപ്പെടെ അവർ കൊടുത്തു. ഒഫീഷ്യലിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ചൈനയുടെ ഫോറിൻ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി വളരെ കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്കറിയാം. എന്താണെന്ന് പറഞ്ഞത്? ചൈനയും കൂടെ ഇടപെട്ട ശേഷമാണ് ഇന്ത്യയുമായിട്ട് ഓപ്പറേഷൻ സിന്ദൂർ, പാകിസ്ഥാനുമായിട്ട് സീസ് ഫയർ ഉണ്ടാക്കിയത്. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് ഇന്ത്യൻ എക്സ്റ്റേണൽ അഫയേഴ്സ് സ്പോക്സ് പേഴ്സൺ അത് ഡിനൈ ചെയ്യുന്നു, പാകിസ്ഥാൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അമേരിക്ക ഇത് പറയുന്നു, പാകിസ്ഥാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ്, അതായത് സീനിയറായിട്ടുള്ളവരല്ല, അവർ ഡിനൈ ചെയ്യുന്നു. അതായത് അടുത്ത സംഭവം നിങ്ങൾ കേട്ടോണം. അതിൻ്റെ കൂടെ തന്നെ ചൈന ഇന്ത്യക്കെതിരെ ഒരു പ്രഷർ ചെയ്യുന്നൊരു ടാക്ടിക്സ് ഉണ്ട്. അതായത് ചൈനയുമായിട്ട് നമ്മൾ ഫർദർ വ്യാപാരം, അതായത് ചൈനയ്ക്ക് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുത്തില്ല എങ്കിൽ കൃത്യമായിട്ട് പറയാം, ചൈനയുടെ പ്രോക്സിയാണ് പാകിസ്ഥാൻ, പാകിസ്ഥാൻ്റെ പ്രോക്സിയാണ് ബംഗ്ലാദേശ്. അതായത് ആ ത്രട്ടിലോട്ട് കൊണ്ടുവന്നു. കാരണം ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക ഇല്ലാതായി. അതാണ് അതിൻ്റെ ബേസ് മനസ്സിലാക്കേണ്ട, ജിയോ പൊളിറ്റിക്കൽ ബേസ്. ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാനും താങ്ങാനും ഇന്ത്യയെ പൂർണ്ണമായിട്ടും അംഗീകരിക്കാനും പൂർണ്ണമായിട്ടും കൂടെ നിൽക്കാൻ അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇല്ലാതായി. അതിൻ്റെ പേരിൽ ചൈനയ്ക്ക് പാകിസ്ഥാനെ വെച്ചും ബംഗ്ലാദേശിനെ വെച്ചും ഇൻക്ലൂഡിങ് മാലിയെ വെച്ചും ഇൻക്ലൂഡിങ് നേപ്പാളിനെ വെച്ചും മറ്റുള്ള അറേബ്യൻ രാജ്യങ്ങളെ വെച്ചും പ്രഷറൈസ് ചെയ്യാൻ സാധിക്കും. അതാണ് ചൈനയുടെ ഉദ്ദേശം. ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു കൊടുക്കണം.
മറ്റൊരു സംഭവത്തിലോട്ട് പോവാം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവമുണ്ട്. ഈ ചൈനയ്ക്ക് അമേരിക്കൻ സോഷ്യൽ മീഡിയ അല്ല അവർ ഉപയോഗിക്കുന്നത്. ചൈനയ്ക്ക് ചൈനയുടേതായ സോഷ്യൽ മീഡിയ ഉണ്ട്. ഈ അടുത്ത സമയത്ത് ചൈനീസ് പ്രോഡക്റ്റുകൾ, അതായത് ഓരോ ഇൻഡിവിജ്വൽസും റീൽസായിട്ടും ഇൻസ്റ്റയിലും അതേപോലെ തന്നെ ഫേസ്ബുക്കിലും മറ്റുള്ളയിടത്തും അവരുടെ പ്രോഡക്റ്റുകൾ ശരിക്കുമായിട്ട് ഓരോന്നായിട്ട് അവതരിപ്പിക്കാൻ തുടങ്ങി. ഈ ടീഷർട്ടിന് ഇത്രയേ ഉള്ളൂ, മറ്റേ സാധനം ഇത്രയേ ഉള്ളൂ, ജാക്കറ്റിന് ഇത്രയേ ഉള്ളൂ വില, $5 ഉള്ളൂ, $2 ഉള്ളൂ. അതായത് ഇന്ത്യയിലുള്ള വ്യാപാരികളും ചെറുകിട വൻകിട വ്യാപാരികൾ ഒരു തേർഡ് പാർട്ടി ഇല്ലാതെ നേരിട്ട് ചൈനീസ് സപ്ലൈ ചെയിനുമായിട്ട്, അതായത് മാനുഫാക്ചേഴ്സുമായിട്ട് ഡയറക്റ്റ് അവർക്ക് ഡീൽ ചെയ്യുക. അതായത് പണം അയച്ചു കൊടുത്താൽ മതി, അവർ ഈ സാധനം അവരുടെ ഡോർ ടു ഡോർ ഡെലിവറി എത്തിച്ചു കൊടുക്കും. അതായത് മനസ്സിലാക്കുക, ഒരിക്കലും ചൈനീസ് പ്രോഡക്റ്റുമായിട്ട് ഇന്ത്യക്ക് കോമ്പറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതൊക്കെ തെറ്റായ ധാരണയാണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ചൈനയുടെ ഇതിന് വേണ്ടി 30% ടാരിഫ് വെച്ചത്? കാരണം ചൈനീസ് പ്രോഡക്റ്റ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പ്രോഡക്റ്റും മറ്റുള്ള രാജ്യങ്ങളുടെ പ്രോഡക്റ്റും ആരും വാങ്ങത്തില്ല. അത്ര ചീപ്പാണ് ഈ സാധനം. കാരണം ചൈനയിൽ കംപ്ലീറ്റ് ഓട്ടോമേഷനാണ്. അവർക്ക് $1 $5, അതായത് മനസ്സിലാക്കുക, അവർക്ക് $1 $5 അവർക്കൊരു ടീഷർട്ട് വിൽക്കാൻ സാധിക്കും. അല്ലെങ്കിൽ ഏറ്റവും കൂടിയ ടീഷർട്ടാണെങ്കിൽ $5 എന്നൊക്കെ ഞാൻ ഈ പറയുന്നത്. അതവർക്ക് കൊടുക്കാൻ സാധിക്കും ഹോൾസെയിൽ പ്രൈസിൽ. ഇന്ത്യയിൽ നടക്കുമോ? അതായത് $90 ഒരു ടീഷർട്ട് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അപ്പോൾ ഇതെല്ലാം കൂടെ ഓപ്പൺ ചെയ്തങ്ങ് കൊടുക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്ത് കൊടുക്കുമ്പോഴുണ്ടാകുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം എന്താണ്? ഇന്ത്യയിലെ ചെറുകിട, അതായത് ഡീപ്പായിട്ട് ഗ്രാമങ്ങളിലും മറ്റുള്ള സ്ഥലങ്ങളിലുമൊക്കെ ഈ സാധനങ്ങൾ അങ്ങ് പോകും. പിന്നീട് ഇന്ത്യയിലെ മാനുഫാക്ചേഴ്സ് ഉണ്ട്, ഗാർമെൻ്റ് ആണെങ്കിലും ലെതർ ആണെങ്കിലും A to Z മാനുഫാക്ചേഴ്സ് ഉണ്ട്. ഇവരെല്ലാം ഇത് അടച്ചങ്ങ് പൂട്ടും. അടുത്തൊരു സംഭവം, അതായത് ചൈനീസ് കമ്പനികൾക്ക് നേരത്തെ ഗാൽവാൻ ഇഷ്യൂവിന് ശേഷം നമ്മൾ ഈ കോൺട്രാക്റ്റും പരിപാടികളൊന്നും കൊടുക്കത്തില്ലായിരുന്നു. റെയിൽവേയുടെ ആണെങ്കിലും ടണലിൻ്റെ ആണെങ്കിലും ഹൈവേയുടെ ആണെങ്കിലും തെർമൽ പവറിൻ്റെ ഒന്നും കൊടുക്കത്തില്ലായിരുന്നു. എല്ലാ ഇന്ത്യൻ PSUവും ഇന്ത്യൻ കമ്പനികളുമാണ് എല്ലാം ഡീൽ ചെയ്തത്. അതിലേക്ക് വീണ്ടും ചൈനീസ് കമ്പനികൾ വരികയാണ്. നിങ്ങൾ നോക്കുക, ബെൽ, ഭാരതിലെ ഹെവി ഇലക്ട്രിക്കൽസ്, അതിൻ്റെ പെട്ടെന്നാണ് ഷെയറിൻ്റെ റേറ്റ് പെട്ടെന്ന് 12% അങ്ങ് താഴെ പോയി. കാരണം ചൈനയ്ക്ക് അത് ഓപ്പൺ ചെയ്ത് കൊടുത്തു. കാരണം ചൈനീസ് ബോയിലർ ആണെങ്കിൽ ഇതേപോലെയുള്ള തെർമൽ പ്ലാന്റുകളിലാണെങ്കിൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകൾ അവർ ചെയ്യുമ്പോൾ വളരെ ചീപ്പായിട്ടും വളരെ ഇന്ത്യയെക്കാളിലും അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ പെർഫെക്ഷനും 1000 മടങ്ങ് കൂടുതലാണ്. കാരണം നമ്മളത് അച്ചീവ് ചെയ്യാൻ സമയമെടുക്കും. കാരണം നമ്മളൊരു വലിയ മാനുഫാക്ചറിങ് രാജ്യമൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ ഒരു രീതിയിലോട്ട് ഇന്ത്യയുടെ കോൺട്രാക്റ്റും, അതായത് റോഡാണെങ്കിലും വലിയ ടണലാണെങ്കിലും റെയിൽവേ ആണെങ്കിലും തെർമൽ പവറിൻ്റെ ആണെങ്കിലും ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രോജക്റ്റുകളൊക്കെ ചൈനീസ് കമ്പനികൾ ഏറ്റെടുക്കുമ്പോൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ കമ്പനികളുടെ വെടി തീർന്നു പോകും, ഇന്ത്യൻ മാനുഫാക്ചേഴ്സ്. കാരണം അവരുടെ സാധനം കൊണ്ട് ഡംപ് ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട്, കാരണം അവിടെ ഗവൺമെൻറ്, അവിടെ ചൈനീസ് പ്രോഡക്റ്റ്, അവിടെ ഗവൺമെൻറ് സബ്സിഡി നിറഞ്ഞ റെൻറ്റ് സബ്സിഡിയാണ്. അതായത് പകുതി റെൻറ്റ് കൊടുത്താൽ മതി. ഇലക്ട്രിസിറ്റി പകുതി ഇലക്ട്രിസിറ്റിയുടെ പണം കൊടുത്താൽ മതി. മറ്റുള്ള ഫെസിലിറ്റീസ് മുഴുവനും കൊടുക്കുകയാണ്. കാരണം ചൈനീസ് എക്കോണമി ബേസ് ചെയ്യുന്നവരുടെ ബേസ് എന്ന് പറയുന്നത് എക്സ്പോർട്ടാണ്. അതായത് ഡൊമസ്റ്റിക് എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കുക. കാരണം അവിടെ മാക്സിമം ജോലിയും വേണം, വിദേശ കറൻസി അവിടെ ഒത്തുകൂടണം. ഇതാണ് ചൈനയുടെ ലക്ഷ്യം. അതിലേക്ക് നമ്മൾ തുറന്നങ്ങ് കൊടുക്കാൻ പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ വന്ന് അവരുടെ പൊളിറ്റിക്കൽ ഡെലിഗേഷൻ വന്ന് നടത്തിയ ഡ്രാമ, അതായത് സ്വദേശി ജാഗരൺ മഞ്ചാണെങ്കിലും മേക്കിംഗ് ഇന്ത്യക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല. ചൈനീസ് പ്രോഡക്റ്റുകളും ചൈനീസ് ബ്രാൻഡുകൾക്കും ഇന്ത്യയിൽ പ്രാധാന്യം വരാൻ പോകുന്നു. അതാണ് മോദി ഗവൺമെൻറ് പ്രഷർ കൊണ്ടാണ് ഇത് ബേസിക്കലി ഉണ്ടായത്. അതാണ് ഞാൻ പറഞ്ഞ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള പൊളിറ്റിക്കൽ എക്കോണമിയും ഗ്ലോബൽ റിലേഷൻഷിപ്പും അതിനുശേഷമുള്ള റിലേഷൻഷിപ്പും വ്യത്യാസമായിരിക്കും. ചൈനയ്ക്ക് ഈസിയായിട്ട് ഇന്ത്യയുടെ മുകളിൽ പ്രഷർ ഇടാൻ സാധിക്കും. അപ്പുറത്ത് പാകിസ്ഥാൻ പ്രോക്സി, ഇപ്പുറത്ത് ബംഗ്ലാദേശ് പ്രോക്സി. ഇതിനെക്കൊണ്ട് എന്ത് രീതിയിൽ ഇന്ത്യയിൽ പൊളിറ്റിക്കലി ഇഷ്യൂ ഉണ്ടാക്കാം, ഇന്ത്യയിൽ ഡൊമസ്റ്റിക് ഇഷ്യൂ ഉണ്ടാക്കാം, ഇന്ത്യയിലെ ബോർഡർ ഡിസ്പ്യൂട്ട് ഉണ്ടാക്കാം. ഇങ്ങനെ പല ഇഷ്യൂസ് ഉണ്ട്.
നമ്പർ ഓഫ് ഓപ്ഷൻസും ഇഷ്യൂസും അവരുടെ കയ്യിലായി. അതിൻ്റെ മേലിൽ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതേപോലെയുള്ള പ്രഷർ കൊണ്ട് അവർ ഓരോ പരിപാടികൾ ചെയ്തിട്ട് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, അമേരിക്കൻ കമ്പനി ഇവിടെ വന്നിട്ട് ഇവിടെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റോഡോ റെയിൽവേയുടെ ഒന്നും കോൺട്രാക്റ്റ് എടുക്കാൻ പോകുന്നില്ല. അവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള വലിയ വലിയ കോൺട്രാക്റ്റുകളും പരിപാടികളാണ് അവർക്ക് താല്പര്യം. വെപ്പൺസ് വിൽക്കുക, അത് വിൽക്കുക, ഇത് വിൽക്കുക, അതേപോലെ തന്നെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട സംഭവം, അതാണ് അവരുടെ താല്പര്യം. മനസ്സിലാക്കുക, അമേരിക്ക ഇന്ത്യക്ക് ഇഷ്ടംപോലെ ജോലി കൊടുക്കുന്നുണ്ട്. ചൈനീസ് കമ്പനികൾ വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ഒരു മാർക്കറ്റിൻ്റെ ഭാഗമായിരിക്കും. അതിൻ്റെ ജോലി മുഴുവനും ചൈനയിലോട്ടങ്ങ് പോകും. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, വരാൻ പോകുന്ന 5 അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 വർഷം കൊണ്ട് നിങ്ങൾ ഇന്ത്യയിലെ കടകളിൽ പോയി എന്ത് സാധനം വാങ്ങിയാലും, അത് ചൈനയുടേതായിരിക്കും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ബ്രാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, വെറും സ്റ്റിക്കർ അടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും മേരാ ഭാരത് മഹാൻ. അതായത് ചിലപ്പോൾ അതിൻ്റെ അകത്ത് എഴുതി വെച്ചേക്കും ജയ് ശ്രീറാം, പക്ഷേ അത് ചൈനയുടേതാണ്. ഇതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് പറയാം, ജയ് ശ്രീറാമും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരുമിച്ച് കഴിയുമ്പോൾ, അതായത് RSSും BJP ഒന്നിച്ച് കഴിയുമ്പോൾ അവരുടെ ലക്ഷ്യം വളരെ കൃത്യമാണ്. ഇന്ത്യൻ മാർക്കറ്റ് എല്ലാ രീതിയിലും അവർക്ക് ക്യാപ്ചർ ചെയ്യണം. അല്ലാത്തവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കാരണം അമേരിക്ക ഇങ്ങനെ സ്റ്റാഗ്നേറ്റഡ് ആയിട്ട് അവിടെ ഇവിടെയും തൊടാതെ ടാരിഫും പ്രശ്നമായിട്ടൊരു ഭാഗത്തോട്ട് പോകുന്നു. അവരെ ഒതുക്കുന്ന ചാൻസ് കിട്ടുന്ന സാഹചര്യത്തിൽ ഒതുക്കാൻ പോകുന്നു. അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അതോടുകൂടി ഇന്ത്യയിലുള്ള ഡൊമസ്റ്റിക് വ്യവസായങ്ങൾ ഇൻക്ലൂഡിങ് ഈച്ച് ആൻഡ് എവരിത്തിങ്. ഒരു കാര്യം ഞാൻ പറയാം, ചൈനയ്ക്ക് ഇന്ത്യൻ സാധനങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. പക്ഷെ വരാനുള്ള സമയത്ത് ഇന്ത്യക്ക് ചൈനീസ് സാധനങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതുണ്ടാക്കിയെടുക്കുക എന്നത് ചൈനയുടെ ആവശ്യമാണ്. അവർക്ക് മാർക്കറ്റ് എക്സ്പ്ലോർ ചെയ്തേ മതിയാവത്തുള്ളൂ. പ്രത്യേകിച്ച് ഇന്ത്യ പോലെ ഒരു മാർക്കറ്റ് അവർക്ക് കിട്ടുവാണെങ്കിൽ അവരുടെ എക്കോണമിക്ക് അത് ഏറ്റവും വലിയ സക്സസ് ആയിരിക്കും. ഇന്ത്യയിലിരിക്കുന്ന വിദേശ പണം, അതായത് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് മുഴുവനും അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ചൈന വരുന്നത്. അത് മോദി ഗവൺമെൻറ് അവരുടെ കൂട്ടരും പ്രോപ്പറായിട്ട് അറിഞ്ഞോ അറിയാതെ എനിക്കറിയില്ല, പക്ഷേ അണ്ടർ പ്രഷറിലാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതിലുണ്ടാകുന്ന ഭവിഷ്യം, അതായത് ആപത്തെന്ന് പറയുന്നത് ദുരുവ്യാപകമായ പ്രത്യാഘാതം ഇന്ത്യൻ ഇൻഡസ്ട്രിക്കും ഇന്ത്യൻ എക്കോണമിക്കും ഇന്ത്യൻ ഫോറിൻ എക്സ്ചേഞ്ചിനെയും ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന് കുഴലൂത്ത് നടത്തി ചൈന ലാൻഡ് തന്നു, ചൈന ഇത് ചെയ്തു, ചൈന ബായി എന്നൊക്കെ പറയുന്ന BJP ഡെലിഗേറ്റ്സും BJPയും അതേപോലെ RSSൻ്റെ ആൾക്കാർ, അതായത് ചൈനീസ് ഡെലിഗേഷനെ, പൊളിറ്റിക്കൽ പാർട്ടി ഡെലിഗേഷനെ വിളിച്ച് അവരിരുത്തി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഇമേജ്, അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഇത് ഇന്ത്യക്ക് നെഗറ്റീവായിരിക്കും. ഇന്ത്യയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞ് നെഗറ്റീവിലോട്ട് പോകുന്നു. അതിന് ഏറ്റവും പൊട്ടൻഷ്യലായിട്ടുള്ള പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ചൈന എന്ന് പറയുന്നത്. ഇന്ത്യയെ എക്കണോമിക്കലി, അതായത് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പാദനം മുഴുവനും ബുൾഡോസ് ചെയ്ത് നശിപ്പിക്കാൻ കയറി വരുന്നു. അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് മീറ്റിംഗ്. ഇതിൽ വരാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ സാധിക്കും.